കാര്യങ്ങളൊക്കെയാണ്. ഷോപ്പില്ല, ബോസ് വേണ്ട, അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാഫ് വേണ്ട. ഇപ്പം ഇവിടെ കമ്പനിയുടെ പിക്കപ്പ് സെൻറ്റർ നടത്തുന്ന ആളുണ്ട് ഇവിടെ, അഷ്റഫ്, ഞാനും ഉണ്ട്. നമുക്കറിയാതെ എങ്ങനെ നടത്തുന്നുണ്ട്. നിങ്ങളവിടെ എത്ര സ്റ്റാഫുണ്ട്? എനിക്ക് 4 സ്റ്റാഫുണ്ട്. ഞാൻ കൂടി തിരിഞ്ഞു നോക്കാറില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് 1 വർഷത്തെ മൊത്തം നോക്കിയപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് ചിരി വന്നു. കാരണം ഒരു ലെഗ് കൂടെ ഇട്ടിട്ട് DTC ആയിരുന്നെങ്കിൽ എനിക്ക് ഇത് കൂടുതൽ വരുമാനം കിട്ടിയത്. കാര്യം നമ്മളൊരു മാസം 1 കോടിയുടെ ടേൺ ഓവർ ഉണ്ട്, 1 കോടി മിച്ചം ടേൺ ഓവർ ഉണ്ട്. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ 11.5 കോടി ബിസിനസ് ചെയ്ത് ഞാൻ 11.5 കോടി ബിസിനസ് ചെയ്തിട്ട് മൊത്തം ടാക്സും കൊടുത്ത് സ്റ്റാഫിനും കൊടുത്ത് അതും കൊടുത്ത് ഇതും കൊടുത്ത് മിച്ചം വന്ന് നമുക്ക് ചിരി വന്നു. കാരണം ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ എത്ര ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്? 35 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് എനിക്കുണ്ട്. എൻ്റെ ബിൽഡിംഗ് അല്ല, ഞാൻ റെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ അതിനകത്ത് ഒരു 5 ലക്ഷം രൂപ കമ്പനി മേടിച്ചിട്ടുണ്ട്, 5-5 ലക്ഷം രൂപ കമ്പനി മേടിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപയ്ക്കുള്ളിൽ ഞാൻ അവിടെ ഫർണിഷ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ പുറത്ത് ഒരു ഷീറ്റ് ഇട്ട് അതിനകത്ത് വേറെ 1 ലക്ഷം രൂപ എത്ര രൂപ മുടക്കേണ്ടെന്നറിയോ? ആ പൈസ പുറത്ത് കൊണ്ട് ബാങ്കിൽ ഇട്ടില്ല, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്നിട്ട് ഒരു ലെഗ് കൂടെ ഇട്ട് DTC ആയിരുന്നെങ്കിൽ ലാഭമായിരുന്നു. എന്തിൻ്റെ കേടാന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷേ സ്ഥാപനമുണ്ട്, ഒരു സ്ഥാപനം. എനിക്ക് അഷ്റഫിൻ്റെ കാര്യം എനിക്കറിയത്തില്ല, എൻ്റെ കാര്യം ഇതാ. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ്സിനകത്ത് ഇല്ലാത്ത സാധനമാണ് സ്റ്റാഫില്ല, ഷോറൂമില്ല, ബോസില്ല, അതുപോലെ തന്നെ നമുക്ക് സാലറി കൊടുക്കണ്ട, സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടം പോലെ വലിയ പൊട്ടൻഷ്യലാണ്. കാരണം ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ വന്ന് ആ വ്യക്തി അങ്ങ് ഡെവലപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവുന്ന സാധ്യത ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ആ ലെവലുള്ള വലിയ പൊട്ടൻഷ്യലാണ് ഇതിനകത്തുള്ളത്. ആൻഡ് സിംപിളസ്റ്റ് സ്റ്റാർട്ടപ്പാണ്. ഇതൊക്കെയാണ് ഈ ബിസിനസ് നടക്കുമെന്ന് പറയുന്നതിൻ്റെ കാരണം. ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ ബിസിനസ്സിൻ്റെ ബ്യൂട്ടി കാണുന്നില്ല. നമ്മൾ ബിസിനസ്സിനകത്ത് ടഫ്നെസ് ആയിട്ടുള്ള ഇതൊക്കെ പറഞ്ഞാൽ ഇതങ്ങ് വെറുതെ പോയി വിജയിക്കാമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. അങ്ങനെയുള്ള ബിസിനസ്സാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സിസ്റ്റം കറക്റ്റായിട്ട് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ എങ്ങനെ നിങ്ങൾ എന്തൊക്കെ ശ്രമിച്ചാലും നിങ്ങൾക്ക് പിന്നെ ബിസിനസ് നിർത്താത്ത രീതിയിൽ വളർത്താൻ നിങ്ങൾക്ക് സാധിക്കും, സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും ബിസിനസ്സിനകത്തൂടെ. അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സോ നമ്മളിവിടെ ചെയ്യുന്ന എന്തായാൽ നമ്മൾ ആൾക്കാരോട് പറയുന്നത്, ഞങ്ങൾ നിങ്ങളിവിടെ വിളിച്ചു വെച്ചിരിക്കുന്നത് ടു റീഇഗ്നൈറ്റ് യു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇനിയും സാധ്യതയുണ്ടെന്ന് നിങ്ങളെ തിരിച്ചറിയിപ്പിക്കാം. പലപ്പോഴും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 30-40 വയസ്സിലൊക്കെ പല ആൾക്കാരും 40 വയസ്സിലൊക്കെ കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ അവസരങ്ങൾ ഇനിയൊന്നും ഇല്ല, ഇനി എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ള ലെവലിലാണ് നിൽക്കുക. ഞാൻ കണ്ടിരിക്കുന്ന പല ആൾക്കാരും അങ്ങനെയാണ്. ഇനിയിപ്പോൾ നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നോക്കുമ്പോൾ കൊച്ചുങ്ങൾ 8-ലും 10-ലൊക്കെ പഠിക്കുന്നുണ്ട്, ഇനി അവൻ വലുതാകട്ടെ, അവൻ ചെയ്യട്ടെ, ഇതാണ് നമ്മുടെ ജീവിതത്തിലെ സ്വപ്നം. പക്ഷേ എനിക്ക് 2 കുട്ടികളുണ്ട്. എൻ്റെ കുട്ടികളിലെ 2 പേരെ കൂടെ ചേർത്താലും എൻ്റെ ഡ്രീമിൻ്റെ 10-ലൊന്നും പോലും വരില്ല. കാരണം എന്താണ്? അവരിപ്പോൾ ഡ്രീം ആകുന്ന സമയമായിട്ടേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും എൻ്റെ സ്വപ്നങ്ങൾ ഇനിയും ഒത്തിരി കിടക്കുക. ഞാൻ പറഞ്ഞ എനിക്ക് എൻ്റെ ലൈഫിൽ ഇനിയും ഒത്തിരി ചെയ്യാൻ പറ്റും, എനിക്ക് ഇനിയും ചെയ്യണം, എനിക്കത് ആവശ്യമുണ്ട്, എനിക്കിത് കൂടിയേ തീരുമെന്ന് എന്നെ തിരിച്ചറിയിപ്പിച്ചത് ഈ ബിസിനസ്സാണ്, ഈ മേഖലയാണ്. ഒരു ജോലിക്കാരനായിരുന്നെങ്കിൽ ഞാൻ റിട്ടയർ ചെയ്യാനായിട്ട് അധികം സമയമൊന്നും വരത്തില്ല. ഞാൻ ഗവൺമെൻറ് ജോലിയും തുടങ്ങിയതാണ്, സെൻട്രൽ ഗവൺമെൻറ്. ഈ ജോലിയിൽ നിന്ന് നമ്മൾ എത്താൻ പറ്റുന്നതിൽ എത്രയോ ഉയരത്തിൽ എനിക്ക് ഇന്ന് എത്താൻ സാധിച്ചു. അത് ഞാൻ കഴിഞ്ഞ 24 വർഷമായിട്ട് ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ള മേഖലയിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന് ഈ ജോലി ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് സെല്ലിംഗ് ഒരു കമ്പനിയുടെ CEO ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഇത് 2ാമത്തെ കമ്പനിയാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുകയില്ല. കാരണം ഈ ഒരു സംഭവമാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ലാസ്റ്റ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ തുടങ്ങിയത് തന്നെ. ഞാനിത് പറയാനുള്ള കാരണം പലപ്പോഴും ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ ഹ്യൂജ് പൊട്ടൻഷ്യൽ നമ്മുടെ മനസ്സിൽ പല ആൾക്കാർ കാണുന്നില്ല. അപ്പോൾ ഞാൻ നോക്കുവാണെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഒരു സാധാരണ മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങളുടെയൊക്കെ ഉള്ളിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ അടക്കി വെച്ചിരുന്ന സ്വപ്നങ്ങൾ, എനിക്കിതുണ്ടായിരുന്നെങ്കിൽ എന്ന് കരുതുന്ന സ്വപ്നങ്ങൾ, ചിലപ്പോൾ അത് വീടായിരിക്കാം, കാറായിരിക്കാം, ശാന്തി സമാധാനമുള്ള ജീവിതമായിരിക്കാം, യാത്രകളായിരിക്കാം, കുട്ടികളുടെ വിദ്യാഭ്യാസമായിരിക്കാം, അവരുടെ കല്യാണമായിരിക്കാം, അതല്ലേ അവർക്ക് ജീവിതത്തിൽ ചെയ്തു കൊടുക്കാവുന്ന സംവിധാനങ്ങളായിരിക്കാം, ചാരിറ്റി ആയിരിക്കാം, സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊന്നും നോക്കിക്കേ. ദാരിദ്ര്യം ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ദാരിദ്ര്യം എന്ന് പറയുന്നത് കുറേ കഴിയുമ്പോൾ നമ്മുടെ കൂടപ്പിറപ്പായിട്ട് മാറും. ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ദാരിദ്ര്യം തുടങ്ങുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണെങ്കിലും കുറേ കഴിയുമ്പം അനിൽ അംബാനി തന്നെ പറഞ്ഞ പോലെ ഐ വാസ് ബ്രോക്ക് ആൻഡ് ഐ യൂസ് ടു ഇറ്റ്. ഞാൻ ജീവിതത്തിൽ വലിയ സമ്പന്നതയെന്ന് ഒന്നാണ്, 1.5 ലക്ഷം കോടിയാണ് പുള്ളി അല്ലാതാക്കി കളഞ്ഞു. അത് കഴിഞ്ഞ് ഒന്നുമില്ല, പാപ്പർ ഹർജി കൊടുത്ത് പാപ്പരായി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ശീലമായിരുന്നു പുള്ളി പറയാം. ഒന്നാലോചിച്ച് സ്വന്തമായിട്ട് സ്വന്തം എയർക്രാഫ്റ്റിൽ നടന്ന ആള് ഒന്നുമില്ലായ്മ എന്ന് കുറേ കഴിയുമ്പോൾ ശീലമായി പോയത്. പുള്ളി ഇന്റർവ്യൂവിൽ വന്നു, റീസെന്റ് ആയിട്ടുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞു. ഇപ്പം അനിൽ അംബാനിക്ക് ആ ഗതിയാണ് സാധാരണക്കാരൻ്റെ അവസ്ഥ. എന്താ, എല്ലാവരും കുറെ കഴിയുമ്പോൾ ശീലമായിട്ട് പോകും.
പിന്നെ നമ്മളതിനെ ലാളിത്യമായിട്ട് അങ്ങ് കരുതുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? ദാരിദ്ര്യവും ലാളിത്യവും ഒന്നല്ല. ലാളിത്യം, മഹാത്മാഗാന്ധി ഒരു എന്താ പറഞ്ഞ ഒരു മുണ്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഒരു ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ, അത് ലാളിത്യമാണ്. പക്ഷേ പൈസ ഇല്ലാത്തവൻ ദാരിദ്ര്യം കൊണ്ട് അത് ചെയ്യുമ്പോൾ അത് ദാരിദ്ര്യം കൊണ്ട് ചെയ്യുന്നതാണ്. ദാരിദ്ര്യവും ലാളിത്യവും രണ്ടാണ്. ദാരിദ്ര്യത്തിനെ ലാളിത്യമായിട്ട് അവതരിപ്പിച്ചിട്ട് നമ്മൾ മുഖം മറയ്ക്കാൻ രക്ഷപ്പെടുന്നതിന് പകരം എന്തൊക്കെ നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് എത്ര വയസ്സെങ്കിലും ആയിക്കോട്ടെ നോക്കാം, 25 ആയിക്കോട്ടെ, 50 ആയിക്കോട്ടെ, 75 ആയിക്കോട്ടെ, അതിനിടയിൽ എവിടെ ആയിക്കോട്ടെ, ഇനി അങ്ങോട്ടുള്ളൊരു 3 മുതൽ 5 വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അവസരം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ജീവിതത്തിൽ പൈസ ഒരു പ്രശ്നമല്ലാത്തൊരവസ്ഥ വരുമോ നിങ്ങൾക്ക്? ഇപ്പം നമ്മൾക്ക് പല ആൾക്കാർക്ക് ഇരിക്കുന്ന പല ആൾക്കാർക്കും പൈസ ഒരു പ്രശ്നമാണ്. പൈസയാണ് ഏക പ്രശ്നം പല ആൾക്കാർക്കും, അല്ലേ? പൈസ വലിയൊരു പ്രശ്നമാണ്. അതേസമയത്ത് മുബീൻ സാറിനും പൈസ ഒരു പ്രശ്നമാണ്. മുബീൻ സാറിന്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, പുള്ളിക്ക് എല്ലാ മാസവും 10, 70, 80 ലക്ഷം രൂപ വരുന്നുണ്ട്. അതാണ് പ്രശ്നം. പുള്ളി ഒരു വീട് വെച്ചു, ആ വീടിനകത്തുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി 10 കോടിയുടെ മുകളിൽ എൻ്റെ അറിവിലാണ്. പുള്ളി ഒരിക്കലും പറഞ്ഞിട്ടില്ല, ആളൊരിക്കലും പറഞ്ഞില്ല എത്ര രൂപ ആയെന്നുള്ളൂ. എൻ്റെ കണക്കുകൂടി ഒരു 10-12 കോടി ആയിട്ടുണ്ട്. ഒരു കാർ മേടിച്ചു, ബെൻസിന്റെ S ക്ലാസിന്റെ SUV. മറ്റൊരു കാർ മേടിക്കാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് 2-3 വർഷം എടുക്കും കിട്ടാനായിട്ട്. അപ്പോഴാണ് അവിടെ പുതിയൊരു വണ്ടി ലോഞ്ച് ചെയ്യുന്നത്. സൗത്ത് ഇന്ത്യയിൽ ആദ്യം അത് മേടിച്ചേക്കാം, ഇലക്ട്രിക് EQS എന്ന കാർ, ആദ്യം മേടിച്ചുകൊണ്ട് പോകുന്നു. നമ്മളൊക്കെ കടയിൽ ചെല്ലുമ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ താജ്മഹലിൻ്റെ ചായ മേടിക്കാൻ പോയി, കിട്ടിയില്ല, എന്നാൽ പിന്നെ AVT എടുത്തു എന്ന് പറയുന്ന പോലെ പുള്ളി അവിടെ മേബാക്ക് മേടിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു 2 വർഷത്തെ ബുക്കിങ്ങാണ്, അത് ഹാൻഡ് മെയ്ഡാണ്, അത് ഉണ്ടാക്കി വരാൻ സമയം എടുത്തു. അങ്ങനെ നോക്കിയൊരു പോസ്റ്റർ ഉണ്ട്, ഇതെന്താ, ഇത് പുതുതായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകാം, സൗത്ത് ഇന്ത്യയിൽ ആദ്യത്തെ വണ്ടി ഇനിയിപ്പോൾ ഡെലിവറി ചെയ്യാൻ പോകാം. ആരെങ്കിലും എടുത്തിട്ടുണ്ട്? ആരും എടുത്തിട്ടില്ല, ഇന്ന് പോസ്റ്റർ വന്നേ ഉള്ളൂ, അന്ന് അതേ പറഞ്ഞ് തന്നേക്കെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോകും. സൗത്ത് ഇന്ത്യയിൽ ആദ്യത്തെ വണ്ടി എടുത്താൽ 1,37,00,000 രൂപ. പ്രശ്നമാണ് പുള്ളിക്ക്, പൈസ ഒരു പ്രശ്നമാണ്. ഇത് കഴിഞ്ഞ് കുറേ നേരം അത് ചെയ്തു, ഒരു ബിൽഡിംഗ് പണിത്, ഷോപ്പിംഗ് കോംപ്ലക്സ് കൊടുത്തപ്പോൾ അതിനകത്ത് പിന്നെ ഒരു 5 ലക്ഷം രൂപ വാടക കിട്ടാൻ തുടങ്ങി. പിന്നെയും പൈസയുടെ പ്രശ്നമായി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചേർത്തലയിൽ പോയി ഒരു വസ്തു മേടിച്ചു, സെൻറ്റിന് 5.5 ലക്ഷം രൂപയ്ക്ക് മേടിച്ചു. 21 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. കുറേ വസ്തു ഹൈവേ വൈഡനിങ്ങിന് ഏറ്റെടുത്തു. ഇപ്പോൾ ആ വസ്തുവിന് 14 ലക്ഷം രൂപ സെൻറ്റിന് വസ്തു വിലയുണ്ട്. പിന്നെ പൈസ പ്രശ്നമായി, പുള്ളിക്ക് പൈസ പ്രശ്നമായി, പൈസ കൂടി. പുള്ളി കഴിഞ്ഞ് ഇവിടെ നിന്നാൽ ഈ പൈസ ചിലവായി തീരുകയല്ല. പുള്ളി നേരെ അമേരിക്കയ്ക്ക് വെച്ച് പിടിച്ചു. അമേരിക്കയിൽ പോയി 10 കോടി ഒരു വീട് മേടിച്ചു. 10 കോടി വിലയുള്ള വീട്. കഴിഞ്ഞ ദിവസം നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ആൾക്കാരെ വീട് കണ്ടാണ്, സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ളത്. ഇനി അമേരിക്കയിൽ അടുത്ത് ഇപ്പോൾ പുള്ളി ഒരു ചെറിയ ജീപ്പിൻ്റെ റാങ്ക്ലർ വേണ്ട മേടിച്ച്. ഇനി പുള്ളിയുടെ സ്വപ്നം മോക്ക് ഒരു BMW മേടിച്ചു കൊടുക്കണം, BMW കൺവേർട്ടബിൾ മേടിച്ചു കൊടുക്കണം. പിന്നെ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ചേട്ടാ 1 വർഷം കൊണ്ട് ഒരു റോൾസ് റോയ്സ് മേടിക്കാൻ എൻ്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞു, നാട്ടിൽ മേടിച്ചൂടെ? റോൾസ് റോയ്സ് എവിടെയാണ്? റോൾസ് റോയ്സ് അല്ല, ഇവിടെയാകുമ്പോൾ ഓടിക്കാനുള്ള സ്ഥലമുണ്ട്, ഞാൻ ഇവിടെ മേടിക്കാൻ പോകാം. ഞാൻ പറഞ്ഞു, പകയാ, ഇനി അത് കാരണം നമ്മൾ അവിടെ വരണ്ടേ, നിങ്ങൾ ഇവിടെ മേടിച്ചാൽ നമുക്ക് ഇത്രയും പൈസ ലാഭമില്ല, വാഴിക അതും സാരില്ല, ടിക്കറ്റ് ഞാൻ അടുത്തുള്ള അവിടെ നിങ്ങൾ ഓടിപ്പിക്കാന്ന് പറഞ്ഞു. പൈസയുടെ പ്രശ്നമാണ് മനുഷ്യന്. ഇവിടെ ഇരിക്കുന്ന പലരുടെയോ ചുരമൊക്കെ കയറി തിരിച്ചിറങ്ങി ചെല്ലുമ്പോഴാണ് ബാക്കി പ്രശ്നം കിടക്കുന്നല്ലേ. KSFയിലെ ചിട്ടി, കുടുംബശ്രീയുടെ ഇത് മുതൽ എന്തെല്ലാം പരിപാടി കിടക്കുക. ഇതും പൈസയുടെ പ്രശ്നമാണ്. ഇപ്പം 2 തരത്തിലുള്ള പ്രശ്നമാണ് ഇതിനകത്തുണ്ട്. അത് ഒന്ന് ദാരിദ്ര്യം, അതല്ലെങ്കിൽ കൂടുതൽ. 2 തരത്തിലുള്ള പ്രശ്നമാണ് പൈസയ്ക്ക് ഉണ്ടാകുക. അപ്പം ഇത് നമ്മുടെ ഈ ബിസിനസ്സിനകത്ത് ഇന്ന് പല ആൾക്കാർക്കും ദാരിദ്ര്യത്തിൻ്റെ ഇതാണെങ്കിലും നാളെ ഒരു സമയത്ത് ശരിയായ രീതിയിൽ ചെയ്താൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഇന്നിപ്പം എനിക്ക് അത്രയും മുബീൻ സാറിനൊന്നും കമ്പയർ ചെയ്യുന്ന ഒരു ലെവലിലും നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. ചെറിയ ലെവലിലാണെങ്കിൽ പോലും എനിക്ക് ഒരു സസ്റ്റൈനബിൾ വരുമാനം, ചെറിയ ലെവലൊന്നും അല്ല, സാധാരണ ജോലിയൊക്കെ ചെയ്യുന്ന വലിയ ലെവലിൽ തന്നെയാണ്. മൈ ലൈഫിൻ്റെ വലിയ ആൾക്കാരെ വെച്ച് നോക്കിയാൽ ഒന്നും ആയില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. സാധാരണ നെറ്റ്വർക്കിൽ ഇപ്പോൾ ആംബയിലൊക്കെ കേരളത്തിൽ ചെയ്യുന്ന ഏറ്റവും ആൾക്കാരൊക്കെ ഇരട്ടിക്കുള്ള വരുമാനം എനിക്കുണ്ട്, 3 ഇരട്ടിക്കുള്ള വരുമാനമുണ്ട്. ഈ വരുമാനമൊക്കെ വെച്ച് നമ്മളൊരു പരിപാടി തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല ഉറപ്പാണ്, ഞാൻ ചെറിയൊരു പരിപാടി കഴിഞ്ഞാൽ ഒരു 3 മാസം മുമ്പ് തുടങ്ങി ചെയ്തൊരു വലിയ സംഭവമാക്കി അത് മാറ്റി. വലിയ സംഭവം അത് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും ചെയ്തു. ഒരു കൺസ്ട്രക്ഷനൊക്കെ ചെയ്തത് അവസാനം അത് ശരിയായില്ല. അപ്പോൾ ഒരു JCB കിടപ്പുണ്ടായിരുന്നു, അവിടെ കുറച്ച് മണ്ണെടുക്കാൻ വന്നാൽ. അപ്പം ഞാൻ ഇതുകൊണ്ട് ഈ സാധനം കൂടി ഇടിച്ച് കളഞ്ഞ് വേറെ പരിപാടി ചെയ്തു. കുറേ കഥകളൊക്കെ ഞാൻ പറയാനുണ്ട്, അത് പിന്നെ പറയാം. ഇത് ചെയ്യാനുള്ള സാധിച്ചെന്താ അറിയും, മൈ ലൈഫ് എന്നുള്ള ഒറ്റ ബിസിനസ്സിൻ്റെ ഇതാണ്. മൈ ലൈഫ് എന്നുള്ള ഒറ്റ ബിസിനസ്സിനാകുന്നത് ഒരു വലിയ ഞാൻ ഡ്രീമിൻ്റെ വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ മൈ ലൈഫ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിന്തിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു സാധനം ഞാൻ ഇട്ടു. അതിന് തീരണ 3.5 കോടി വേണം. ഇപ്പം എനിക്ക് നിങ്ങളെക്കാളൊക്കെ ആവശ്യമുണ്ട് പൈസ. 3.5 കോടി രൂപ 1.5 വർഷം കൊണ്ട് എനിക്ക് ഉണ്ടായേ പറ്റൂ, അല്ലെങ്കിൽ എൻ്റെ ഡ്രീം പൂർണ്ണമാകത്തില്ല. ആ ഡ്രീം ഇനി അത് കഴിഞ്ഞ് വേറെ ഡ്രീം വേറെ ഉണ്ട്. ആ ഡ്രീം പൂർണ്ണമാകാൻ 3.5 കോടി രൂപ വേണം. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഞാൻ. നിങ്ങൾക്ക് എൻ്റെ കൂടെ കൂടാൻ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. കാരണം ഡയറക്റ്റ് സെല്ലിങ് മാത്രമേ ഈ ഒരു ചുരുങ്ങിയ സമയം അങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒരു സ്ഥലത്തും ഇല്ല. കാരണം ബിസിനസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, പലതരത്തിലുള്ള ബിസിനസ്. ഇന്നലെ അൽത്താഫ് വരുന്ന വഴിക്ക് പറയാം, ഒരു ജ്വല്ലറി തുടങ്ങിയ ഒരു ഫ്രണ്ടിൻ്റെ കഥ പറയാറുണ്ട്, അതിൻ്റെ പാർട്ട്ണറോ ഫ്രണ്ടോ. സംഭവമൊക്കെ തുടങ്ങുമ്പോൾ ശരിയാ, 3-4 കോടി രൂപയൊക്കെ പലരും തടുത്ത് ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ ഈ സാധനം അങ്ങ് ചെറുതായിട്ടങ്ങ് കുഴപ്പമായപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇയാൾ ഇന്ത്യയിൽ നിൽക്കാൻ മേലെ ഗൾഫിൽ പോകേണ്ട അവസ്ഥയെത്തി.
നമ്മുടെ ബിസിനസ്സിൽ ഒരിക്കലും വരത്തില്ല. കാരണം നമ്മളിനകത്ത് കിട്ടുന്ന പൈസ നമ്മളെ മാത്രം, വേറെ ആൾക്ക് കൊടുക്കേണ്ടി വരത്തില്ല, വേറെ ആൾക്ക് ഷെയർ ചെയ്യേണ്ടി വരില്ല, നമുക്ക് മാത്രം. പക്ഷെ അതിന് വേണ്ട അത് മനസ്സിലാക്കുന്ന ഒരു ലെവലിൽ നമ്മൾ എത്തണം, എങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിന് പുറത്ത് വളരെ കുറച്ച് അവസരങ്ങളേ ഉള്ളൂ. അവസരങ്ങളില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. യൂട്യൂബേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യൂട്യൂബേഴ്സ്, വ്ളോഗേഴ്സ് എന്നൊക്കെ പറഞ്ഞ, ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞ കഥാപാത്രങ്ങളില്ലേ, അതിന് മാസം 10 ലക്ഷം 20 ലക്ഷം ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ, 50 ലക്ഷം 1 കോടി ഉണ്ടാക്കുന്ന ആൾക്കാർ ഇന്ത്യയിലുണ്ട്. നോറ ഫത്തേ എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. പുള്ളിക്കാരി ഒരു പാരീസിൽ ജനിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ ബോളിവുഡിൽ ആക്റ്റീവായിട്ടുള്ള ലേഡിയാണ്. 2.5 കോടി ഫോളോവേഴ്സാണ്. ഒരു വർഷത്തെ അവരുടെ വരുമാനം 40 ലക്ഷം, ഒരു മാസത്തെ വരുമാനം 40-45 ലക്ഷം രൂപ യൂട്യൂബിൽ നിന്ന് മാത്രം. യൂട്യൂബ് നിങ്ങൾക്ക് തുടങ്ങാവുന്നുള്ളൂ, വലിയ ചിലവൊന്നുമില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ? നിങ്ങളുടെ ഉമ്മ ഉണ്ടാക്കി തന്ന പല പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇട്ടിട്ടാണ് യൂട്യൂബ് തുടങ്ങുന്നത്. അല്ല, യൂട്യൂബ് തുടങ്ങാനായിട്ട് വേറെ ഒന്നും വേണ്ട. യൂട്യൂബ് തുടങ്ങാൻ സുജിത് ഭക്ത് എന്നൊരു കഥാപാത്രം ഉണ്ട് കേരളത്തിൽ. അവൻ്റെ ആദ്യത്തെ യൂട്യൂബ് കണ്ട് നമ്മൾ നെഞ്ചത്തരിച്ച് വിളിക്കും. അതുപോലത്തെ യൂട്യൂബിലായിരുന്നു നമ്മൾ തുടങ്ങിയത്. ചിരിയായിരുന്നു, കോമഡി. പക്ഷെ ഇന്ന് അവൻ യാത്ര ചെയ്യുന്നതൊക്കെ കണ്ട് ഞെട്ടിപ്പോവും. 1.25 കോടി ഫ്ലാറ്റ് മേടിച്ച് 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അതിനകത്ത് വേറെ ഇൻറ്റീരിയർ ചെയ്തു. അവൻ ബിസിനസ് ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിലാണ്, എമിറേറ്റ്സിന്റെ ഫസ്റ്റ് ക്ലാസ്സിലാണ് ലണ്ടനിൽ പോകാൻ. ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ഉള്ള ഫസ്റ്റ് ക്ലാസ് ആണ് എമിറേറ്റ്സിന്റെ സാധാരണ ഫ്ലൈറ്റിൽ പോലും ദുബായി പോയ എക്കണോമിക് ക്ലാസ്സിൽ പോലും ചാർജ് കൂടില്ല. അതിന്റെ ബിസിനസ് ക്ലാസ്സും കഴിഞ്ഞ് ഫസ്റ്റ് ക്ലാസ്സിൽ ലണ്ടനിൽ പോകണ ടിക്കറ്റ് എടുക്കുന്ന എത്ര രൂപയാണെന്ന് ആലോചിക്കുക. 4.25 ലക്ഷം രൂപയാണ് ഒരു വഴിയിലേക്ക്, ഒരു സൈഡിലേക്കുള്ള ടിക്കറ്റ്. അപ്പൊ ആലോചിക്കുക, ഒരു സാധാരണക്കാരൻ കോതമംഗലത്തെക്കാണ്ടുള്ള സാധാരണ വീട്ടിൽ ജനിച്ചൊരു യൂട്യൂബറിന് ഇത്ര അങ്ങനെ സാധ്യതകളില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളിൽ പലർക്കും അതല്ലേ, നമ്മളിൽ പലർക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഇത് സാധാരണക്കാർ ഒരാൾക്ക് ചെയ്യാം. അന്ന് മുമ്പേ നേരത്തെ ഇവിടെ ആരോ പറഞ്ഞ പോലെ ഒറ്റയ്ക്കല്ല, ഇതിനകത്തൊരു ടീമുണ്ട്. ടീം വർക്ക് ആയതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? എനിക്ക് എൻ്റെ കഴിവിൽ മാത്രമല്ല വിശ്വാസം, നമ്മുടെ എല്ലാവരുടെയും കൂടെ കഴിവിൽ എനിക്ക് വിശ്വാസം. നമ്മുടെ എല്ലാവരുടെയും കൂടെ കഴിവ് ചെയ്യാൻ പറ്റില്ല. യൂട്യൂബിൽ തുടങ്ങിയാൽ ഞാൻ തന്നെ മെനക്കെടണം, എൻ്റെ കഴിവ് മാത്രമേ വർക്കൗട്ട് ആവുള്ളൂ. എനിക്ക് ആ കഴിവില്ലെങ്കിൽ ചിലപ്പോൾ കുഴപ്പമാവും. പക്ഷെ ഇതോ, എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഇരിക്കുന്ന ഇന്നും നാളെയായിട്ട് വരാൻ പോകണം 260 പേരിനകത്ത് കഴിവുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കൂടെ കഴിവിൽ നമ്മൾ ചെയ്യാൻ പോകണം. നിങ്ങളുടെ താഴെ നാളെ ഒരു ടീം വരും. ഞാനും തുടക്കത്തിൽ ഒറ്റയ്ക്കായിരുന്നു. ഇത് എങ്ങോട്ട് പോകുന്ന അറിയാൻ മേലാതെ ഞാൻ എത്രയോ പ്രാവശ്യം കോട്ടയം മഞ്ചേരി കാർ ഓടിച്ചിട്ടുണ്ടെന്നറിയോ? കോട്ടയം മഞ്ചേരി, കോട്ടയം തിരുവനന്തപുരം, കോട്ടയം ഇടുക്കി കാർ ഓടിച്ചിട്ടുണ്ട് ഞാൻ. കേരളത്തിൻ്റെ കണ്ണൂർ ഒരു കാർ ഓടിച്ചിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് വിട്ടിട്ട് കോട്ടയത്ത് നിന്ന് പെരിന്തൽമണ്ണ